ഹലോ നമസ്കാരം. നാടറിയാം നമുക്കറിയാം നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന വീഡിയോ കൊത്തവര എങ്ങനെയാണ് നടേണ്ടതെന്നും കൊത്തവരേൻ്റെ വിത്ത് എങ്ങനെയാണ് മുളപ്പിക്കേണ്ടത്. ഇത് കൊത്തവര നല്ലപോലെ ഉണ്ടാകുന്നതാണ്, അതുകൊണ്ട് അടിവളം നല്ലപോലെ കൊടുക്കണം. ഇല കമ്മിയാണ്. പിന്നെ കൊത്തവര മുളപ്പിക്കുമ്പോൾ 2 ദിവസം വെള്ളത്തിലിട്ട് വെക്കുക. 2-ാം ദിവസം ന്യൂസ് പേപ്പറിലോ ടിഷ്യൂ പേപ്പറിലോ പൊതിഞ്ഞ് വെക്കുക. എന്നിട്ടൊരു മുള വന്ന ശേഷം ക്ലാസ്സിൽ ചകിരിച്ചോറും സൂഡമോൺസും മണ്ണും കൂടി ഇളക്കി വെച്ചതുണ്ട്. പേപ്പർ ഗ്ലാസ്സിലിട്ട് വെച്ചിട്ട് അതിൽ പാവി കഴിഞ്ഞ ശേഷം ഒരു 2 ഇല വന്ന 2 ഇലയോ 3 ഇല വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നട്ടു കൊടുക്കാം. ഇത് എൻ്റെ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാം. ഇനി നമുക്കിത് റോബേഗിൽ കൊത്തവര നട്ടു കൊടുക്കാം. ഒരു ചട്ടി മണ്ണെടുത്തിട്ടുണ്ട്. ഇതിനൊരു 1/4 ചട്ടിയെങ്കിലും ആട്ടിൻ കാട്ട് ഇട്ട് കൊടുക്കണം. ഇത് ഒരാഴ്ച മുന്നേ ഞാൻ വളം ചകിരിച്ചോറും മണ്ണും ആട്ടുംകാട്ടും എല്ലാം കൂടി ഇട്ട് ഇളക്കി വെച്ചതാണ്. ഇനി നല്ലപോലെ ഇളക്കിയ ശേഷം നമുക്ക് റോബേഗിൽ ഇട്ട് കൊടുക്കാം. ആദ്യം സീമക്കൊന്നേൻ്റെ ഇല ഇട്ട് കൊടുക്കാം. ഇത് ചകിരിച്ചോറും വളമൊക്കെ ഇട്ട് ഇളക്കിയ മണ്ണാണ്. കൊത്തവര ഇനി ഇതിൽ നട്ടു കൊടുക്കാം. അതൊരു ഇതുപോലെ ഒരു കുഴി കൊടുത്തിട്ട് ഈ പേപ്പർ കീറിയെടുക്കാം. ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് ഇതേപോലെ ബാക്കിയുള്ള എല്ലാ ചെടികളും നട്ടു കൊടുക്കാം. തൈ വെച്ച് കൊടുത്തിട്ട് ഒരാഴ്ച കഴിഞ്ഞു. നല്ലപോലെ വളർന്നിട്ടുണ്ട്. ഇതിൽ പെൺപൂവ് ഉണ്ടാകാൻ വേണ്ടി നമുക്ക് മുരിങ്ങയില ജ്യൂസ് അടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാൻ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് ഡെയിലി സമയം കിട്ടുന്ന പോലെ ഒഴിച്ചു കൊടുക്കും. പിന്നെ കഞ്ഞിവെള്ളം പുളിപ്പിച്ചതാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് ചെടി നല്ലപോലെ വളരാനാണ്. പിന്നെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുന്നത് പെൺപൂവ് ഉണ്ടാകാനാണ്. ആ ജ്യൂസ് ഒരു 1/2 കപ്പ് എടുക്കുകയാണെങ്കിൽ 1/2 കപ്പ് വെള്ളം ഒഴിക്കുക. നല്ലപോലെ ഇളക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ കൂടെ തന്നെ ഒഴിക്കണം. ചെടീൻ്റെ മേലെ കൂടെ തന്നെ ഒഴിച്ചു കൊടുക്കണം. ഇവിടെ ഇപ്പോൾ ഒരു കവറിൽ 2 തൈയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ചെറിയ കവറാണെങ്കിൽ ഒരു തൈ മതി. ഇവിടെ വലിയ കവറായതുകൊണ്ടാണ് 2 തൈ വെച്ച് കൊടുത്തത്. പിന്നെ അതിനൊക്കെ വടി വെച്ച് കെട്ടിക്കൊടുക്കണം. വടി എടുക്കുമ്പോൾ നമ്മൾ ഒരാളെ ഹൈറ്റുള്ള വടി എടുക്കണം. പിന്നെ ഒരു ചെറിയ കയറെടുക്കുക. എന്നിട്ട് അത് നല്ല ടൈറ്റ് ഇല്ലാണ്ട് കെട്ടിക്കൊടുക്കണം. പിന്നെ ചെടി നല്ലപോലെ ഹൈറ്റ് വെക്കും. അതുകൊണ്ടാണ് ഞാൻ വടി നല്ല നീളമുള്ള എടുക്കാൻ പറയുന്നത്. പിന്നെ കായ നല്ല പോലെ ഉണ്ടാവും. അപ്പോൾ വെയിറ്റ് കാരണം അത് പൊട്ടിപ്പോവും. അതുകൊണ്ടാണ് വടി വെച്ച് കെട്ടിക്കൊടുക്കാൻ പറയുന്നത്. പിന്നെ അടിവളം നല്ലപോലെ കൊടുക്കണം. ഇവിടെ ഇപ്പോൾ ഞാൻ മണ്ണ് ഇടയ്ക്കൊക്കെ ഇട്ട് കൊടുക്കും. അതിലിപ്പോൾ എല്ലുപൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ മേലെ കൂടെ കുറേശ്ശെ മണ്ണ് ഇട്ട് കൊടുക്കുക. നിങ്ങളെ കയ്യിൽ എന്താ ഉള്ളത് അത് ഇട്ട് കൊടുത്താൽ മതി. ചാണകപ്പൊടി ഉണ്ടെങ്കിൽ ചാണകപ്പൊടി, അങ്ങനെ എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കുക. പിന്നെ കായ നല്ല പോലെ ഉണ്ടാവും. ഇതിൽ കണ്ടാൽ മനസ്സിലാവും. നിങ്ങൾക്ക് 1 കിലോൻ്റെ ഒരു തൈ നമുക്ക് 1 കിലോൻ്റെ അടുത്തൊക്കെ കിട്ടും. അതിനാണ് ഞാൻ നല്ലപോലെ അടിവളം കൊടുക്കാൻ പറയുന്നത്. പിന്നെ കായ ഉണ്ടാകുമ്പോൾ വല്ലാണ്ട് മൂക്കാൻ പാടില്ല. തോരൻ വെച്ച ടേസ്റ്റ് ഉണ്ടാവില്ല. മൂക്കുന്നിടക്ക് പറിക്കാൻ നോക്കുക. പിന്നെ ഇത് ചെടിയിൽ ഒട്ടിയിട്ടാണ് നിൽക്കുക. കൊത്തവര ഇങ്ങനെ തണ്ടിന് ഒട്ടിയിട്ടാണ് നിൽക്കുക. അതുകൊണ്ട് പറിക്കുമ്പോൾ നമ്മൾ ചെറിയ കത്രിക വെച്ചിട്ട് അത് പറിക്കാൻ നോക്കുക, വെട്ടാൻ നോക്കുക. അല്ലെങ്കിൽ ചെടി വെട്ടിപ്പോവും. അതുകൊണ്ടാണ് പറയുന്നത് ചെറിയ കത്രിക വെച്ച് വെട്ടുക. ഒട്ടിക്കിടക്കും അതിൽ. പിന്നെ അതേപോലെ നിങ്ങൾ ഇതേപോലെ കിട്ടണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അടിവളം നല്ലപോലെ കൊടുക്കുക. ഞാനിവിടെ സീമക്കൊന്നേൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആട്ടുകാട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ അടിവളം നല്ലപോലെ ഇട്ട് കൊടുക്കണം. എന്നാൽ ഇതേപോലെ 10-20 കവർന്നാണ് നമുക്ക് 2 കിലോ 4 കിലോൻ്റെ അടുത്ത് കിട്ടുന്നത്. ഇതുപോലെ കിട്ടണമെങ്കിൽ നിങ്ങൾ നല്ലപോലെ അടിവളം കൊടുക്കുക. ഞാൻ പറഞ്ഞ പോലെ മുരിങ്ങയില ജ്യൂസ് അടിച്ച് കൊടുക്കുക. എല്ലാം ചെയ്ത് കൊടുക്കുക. ഇതേപോലെ കിട്ടും. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.